നമ്മൾ മതത്തെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണുന്ന മതം കൂടുതൽ ഇപ്പോൾ പ്രചാരത്തിൽ നിൽക്കുന്ന ചില മതങ്ങളുണ്ട്. ഈ മതങ്ങൾ ഇത്രയും പ്രചാരത്തിൽ വരാനുള്ള കാരണം എന്താണ്? ഈ മതം നമ്മളെ ഇങ്ങോട്ട് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ, മതം ഇങ്ങോട്ട് എത്തുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. മതമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതല്ല. ഒരിക്കലും ഒരു മതം ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തോട്ട് വരത്തില്ല. പക്ഷെ മതത്തിനേക്കാൾ കൂടുതൽ ചില വസ്തുക്കളാണ് ആദ്യം ഇങ്ങോട്ട് എത്തിയത്. അത് എത്തിച്ച ആൾക്കാർ വിശ്വസിച്ചു വന്ന മതവും സാവകാശം ഇങ്ങോട്ട് കയറി വന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനെ ആണ് ആദ്യം മുൻതൂക്കം കൊടുത്തിരുന്നത്. നമ്മുടെ ആവശ്യത്തിനെ മനസ്സിലാക്കി ആവശ്യം നേടിത്തരുന്ന ആൾക്കാർ അവർ വിശ്വസിച്ചു പോന്നിരുന്ന മതങ്ങൾ കൂടെ ക്രമേണ നമ്മളുടെ അനുഭവത്തിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അല്ല, മതമായിട്ട് ഒരിക്കലും ഒരു ദേശവും കയറി വരത്തില്ല. ചില ആവശ്യങ്ങൾ, ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെയുള്ള ചില വസ്തുക്കളെ കേന്ദ്രീകരിച്ചാണ് മതങ്ങൾ ലോകത്ത് സ്പ്രെഡായിട്ടുള്ളത്. അല്ലാണ്ട് മതങ്ങൾ തനിയെ ടിക്കറ്റ് എടുത്ത് സ്ഥലമെടുത്തൊന്നുമില്ല. മനസ്സിലായോ? മനുഷ്യർ തമ്മിലുള്ള സമ്പർക്കത്തിൽ അവരിൽ നിന്ന് വേണ്ട ചില കാര്യങ്ങൾ ആദ്യം നമ്മൾ സ്വീകരിക്കുകയും ആ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് തരുന്ന ആൾക്കാരോടൊരു സമ്പർക്കം വന്നു. അങ്ങനെ മെല്ലെ അവരുടെ വിശ്വാസമായിട്ട് നമുക്ക് സമ്പർക്കം വന്നു. അങ്ങനെയാണ് മതങ്ങൾ സ്പ്രെഡായിരിക്കുന്നത്. അപ്പം നമ്മൾ മതം സ്പ്രെഡായ രീതി എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കുന്നതിനകത്തല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതാണ്. നമ്മുടെ ആവശ്യത്തെ പരിപൂർണമായിട്ടും വ്യക്തമായിട്ട് അറിയുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. മതം കൊണ്ട് നമ്മുടെ ആവശ്യത്തെ, നമ്മൾ നിലനിൽക്കുന്ന അവസ്ഥയെ അറിയുന്നുണ്ടെങ്കിൽ മതം പ്രചരിപ്പിക്കേണ്ട ഭാഗമില്ല. മതത്തിൽ ഒരു വ്യക്തി ബലം പിടിച്ച് പാടുപെടേണ്ട കാര്യമില്ല. മതത്തിൻ്റെ പേരിൽ അവൻ ബലം പിടിക്കുന്നുണ്ടെങ്കിൽ ആ മതം കൊണ്ട് അവന് യാതൊരു ഗുണവുമില്ല. മതം നമ്മളെ സ്വതന്ത്രനാക്കേണ്ടതാണ്. നമുക്ക് ബന്ധങ്ങൾ എപ്പോഴും നമ്മളെ സ്വതന്ത്രനാക്കേണ്ടതാണ്. അതിൻ്റെ ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് പ്രശ്നമുണ്ടാക്കുന്ന ബന്ധങ്ങൾ ഇന്നും ബന്ധനമാണ്. അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പം എന്താണെങ്കിലും, ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അസ്വസ്ഥതയാണെങ്കിൽ അത് ഭയങ്കര ബന്ധനമല്ലേ. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ സ്വതന്ത്രനാകണം, ഒരു ജോലി ചെയ്താൽ സ്വതന്ത്രനാകണം, സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അവന് കൂടുതൽ റിലാക്സ്ഡ് ആകുകയാണ് വേണ്ടത്. അല്ല, ഒരു കാര്യം ചെയ്യാൻ ഞാൻ കഷ്ടപ്പെടേ അത് ചെയ്തില്ലേ നടക്കില്ല. ഇപ്പം ചില മതവിശ്വാസികൾ എനിക്ക് ഇത്ര സമയത്ത് എനിക്ക് ഇന്ന മതത്തിൻ്റെ ചില കീഴ്വഴക്കങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ. കഷ്ടപ്പെട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്താലും ഭക്ഷണം കഴിക്കണം, 1 മണിക്ക് ഭക്ഷണം കഴിച്ചില്ലേ നടക്കില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. വിശപ്പിന് വളരെ ശാന്തമായിട്ട് മനോഹരമായിട്ട് ആസ്വദിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗം, അതാണ് ജീവിതം. അല്ല, ജീവിതം ഒരിക്കലും ബലം പിടിച്ച് നമ്മളിൽ നടപ്പിലാക്കാൻ പറ്റുന്നതല്ല. ബലം പിടിക്കാതെ കൊണ്ടുപോകുന്നിടത്താണ് ജീവൻ്റെ സാധ്യത കൂടുതൽ പറയുന്നത്. അല്ലാതെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ രോഗികളാകുന്നത്. അല്ലെങ്കിൽ ജീവിതം ധന്യം എപ്പോഴും.